Okay, good evening. So today we'll be discussing about adsorption. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ അഡ്സോപ്ഷൻ കൂടി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു, സ്പീഡിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? മാം ഞാനുണ്ടായിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ ഓക്കെ, എനിവേസ് ഞാൻ പറയാം. സോ അഡ്സോപ്ഷൻ എന്താണ്? അഡ്സോപ്ഷൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ലൈക്ക് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ സർഫസ് ടെൻഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. സർഫസിലുള്ള ആറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ടെൻഷൻ. സോ ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ബൾക്കിൽ കാണുന്ന മോളിക്യൂൾസ് ആണെങ്കിൽ ദേ വിൽ എക്സ്പീരിയൻസ് ആൻ ഈക്വൽ ഫോഴ്സ് അല്ലെ. എല്ലാ ഡയറക്ഷനിലും അവർക്ക് ഓരോരോ മോളിക്യൂൾസ് ഇങ്ങനെ അവരേക്ക് അട്രാക്ട് അല്ലെങ്കിൽ അവരെ ഇങ്ങനെ പിടിച്ചു വലിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. അതായത് അവിടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. പക്ഷെ സർഫസിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതുപോലെ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക, ഒരു റെസിഡൽ ഫോഴ്സ് അല്ലെ. ബാക്കി മുകളിലേക്കുള്ള ഒരു ഫോഴ്സ് ബാലൻസ്ഡ് ആയിരിക്കില്ല. അപ്പൊ അതിന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ റെസിഡൽ ഫോഴ്സ് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം അല്ലെ. ഇപ്പം ഈ ഒരു സെന്ററിലുള്ളത് എല്ലാം എല്ലാ സൈഡിലേക്കും ബാലൻസ്ഡ് ആണ്. സർഫസിലുള്ള മോളിക്യൂൾസിന്റെ മാത്രം എന്തല്ല, കറക്റ്റ്ലി ബാലൻസ്ഡ് അല്ല. അങ്ങനെ വരുന്ന സമയത്ത് ഈ സർഫസ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് സോളിഡ്സ്, അതായത് എന്ത് ചെയ്യുന്നു, ഇവിടെ അതായത് ഈ ഒരു സർഫസ് ഇതൊരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള സർഫസ് ആണെന്ന് ആലോചിക്കുക. അപ്പൊ ഏത് മോളിക്യൂളും അടുത്തേക്ക് പോകുന്ന സമയത്ത് ദേ വിൽ ട്രൈ ടു അട്രാക്ട് ഇറ്റ് ടുവേർഡ്സ് ഇറ്റ്. ഓക്കെ, ആ ഒരു സർഫസിലേക്ക് മോളിക്യൂൾസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്തിനു വേണ്ടിയിട്ട്? അതായത് അവരുടെ ബാലൻസ്ഡ് അല്ല ആ ഒരു റെസിഡ്യൂ, ബാക്കി നിൽക്കുന്ന ആ ഫോഴ്സിന് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ സർഫസിൽ ഇതിങ്ങനെ ചെയ്ത ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഈ സർഫസ് ടെൻഷൻ കാരണം സർഫസിലുള്ള മോളിക്യൂൾസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവിടുത്തെ റെസിഡ്യൽ ഫോഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർഫസിലുള്ള മോളിക്യൂൾസ് അല്ലെങ്കിൽ അതിനടുത്തേക്ക് വരുന്ന മോളിക്യൂൾസിനൊക്കെ എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ഫിനോമിനൻ അങ്ങനെ അട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ ഒരു സർഫസിൽ ഈ മോളിക്യൂൾസ് ഇങ്ങനെ കിടക്കും അല്ലേ. സോ ആ ഒരു കൈൻഡ് ഓഫ് ഫിനോമിനൻ അല്ലെങ്കിൽ ദിസ് ഫിനോമിനൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ് ഓർ അയോൺസ് ഓൺ ദി സർഫസ് ഓഫ് ഓൾ കൈൻഡ്സ് ഈസ് കോൾഡ് അഡ്സോർപ്ഷൻ. സർഫസിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് സർഫസിലാണ് അഡ്സോർപ്ഷൻ നടക്കുക. ഓക്കെ, ഉള്ളിലേക്ക് എന്ത് ചെയ്യില്ല, അഡ്സോർപ്ഷൻ നടക്കില്ല. ഉള്ളിലേക്ക്, അതായത് സർഫസ് കൂടാതെ ബൾക്കിലേക്കും പെനിട്രേറ്റ് ചെയ്തു പോകുന്ന കൈൻഡ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ what is it called? Absorption. യെസ്, വെരി ഗുഡ് ചിഞ്ചു, അബ്സോർപ്ഷൻ. അപ്പം നമ്മൾ അഡ്സോർപ്ഷൻ എന്താന്ന് പറയുന്നത് ഈ ഒരു ഫിനോമിനൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് മോളിക്യൂൾസ് ഓർ അയോൺസ് ഓൺ സർഫസ് ഓഫ് ഓൾ കൈൻഡ്സിനെയാണ് അഡ്സോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ സ്ലൈഡിലേക്ക് തന്നെ പോവാം. അപ്പം ആ റെസിഡൽ ഫോഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർഫസ് ഓഫ് ലിക്വിഡ്സ് ആയിക്കോട്ടെ സോളിഡ്സ് ആയിക്കോട്ടെ അവരുടെ സർഫസ് എന്ത് ചെയ്യുന്നു, ഗ്യാസസോ അല്ലെങ്കിൽ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ അവരുടെ സർഫസിൽ റിറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു when they come in contact. This phenomenon of concentration of molecules or ions on the surface of all kinds is called adsorption. അതിനൊരു എക്സാമ്പിൾ ആണ്, അതായത് അഡ്സോർപ്ഷൻ നടക്കുന്നതിന് ഒരു എക്സാമ്പിൾ ആണ്. ഒരു റോ ഷുഗർ കെയിൻ ജ്യൂസ് തന്നിട്ടുണ്ട്, അതിലേക്ക് എന്ത് ചെയ്തു, ആനിമൽ ചാർക്കോൾ ആഡ് ചെയ്തു. ആനിമൽ ചാർക്കോൾ എന്ന് പറയുന്നത് ആക്ച്വലി അഡ്സോർപ്ഷൻ പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, ഈ ചാർക്കോളിന് എന്ത് ചെയ്യാൻ പറ്റും, അഡ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതായത് ബാക്കിയുള്ള സബ്സ്റ്റൻസിനെ അതിന്റെ സർഫസിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, സൊല്യൂഷൻ ഭയങ്കര ഒരു ലൈക് ബ്ലാക്കിഷ് കളർ ആവും, കാരണം ചാർക്കോളിന്റെ കളർ അനുസരിച്ച്. കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫിൽട്ടർ ചെയ്ത് കഴിയുമ്പോൾ സൊല്യൂഷൻ എന്താവും, ക്ലിയർ സൊല്യൂഷൻ ആവും. എന്തുകൊണ്ടാണ്, ഈ ഒരു ചാർക്കോള് ബാക്കിയുള്ള ഇംപ്യൂരിറ്റീസിനെയും കളേഴ്സും എല്ലാം എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു. സോ സൊല്യൂഷൻ വിൽ ടേൺ വാട്ട്, ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സർഫസിലുള്ള ഒബ്ജക്റ്റ് സർഫസിൽ തന്നെ നിൽക്കുന്ന ആ ഒരു കൈൻഡ് ഓഫ് അട്രാക്ഷൻ വിൽ കോൾ ഇറ്റ് ആസ് അഡ്സോർപ്ഷൻ. ഇനി ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് അട്രാക്ഷൻ ആണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് അബ്സോർപ്ഷൻ. അപ്പൊ അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പാർട്ടിക്കിൾസ് സ്റ്റിക്ക് ടു ദ സർഫസ് ഓഫ് അതർ ഫേസ്. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്
ഈ പറയുന്ന സർഫസിൽ മാത്രമല്ല, ഇറ്റ് വിൽ പെനിട്രേറ്റ് ഇൻ ടു ദ ബൾക്ക് ഓഫ് ദ അതർ ഫേസ് ഓൾസോ. ഓക്കെ, ഇനി ഏതാണ്, അതായത് ആരാണോ ഈ പറയുന്ന സബ്സ്റ്റൻസ്, അതായത് സബ്സ്റ്റൻസ് പോയി ഒരു ഇതിൽ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അധേർ ചെയ്ത് കിടക്കുന്നുണ്ട്. ഏത് സബ്സ്റ്റൻസ് ആണോ ഒരു സബ്സ്റ്റൻസിന്റെ മുകളിൽ പോയിട്ട് ലൈക്ക് അധേർ ചെയ്ത് കിടക്കുന്നത്, അതിന് നമ്മൾ അഡ്സോർബ്ഡ് ഫേസ് എന്ന് വിളിക്കും. ഓക്കെ, അഡ്സോർബ്ഡ് ഫേസ് ഓർ അഡ്സോർബേറ്റ്. ഞാൻ ഇവിടെ അഡ്സോർബേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താണ്, ആ സർക്കിളിൽ കാണുന്നതാണ് അഡ്സോർബൻറ്റ്, വിച്ച് മീൻസ് അഡ്സോർബൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ മുകളിലാണോ പോയി ഒട്ടിപ്പിടിക്കുന്നത്, ആരാണോ ഒട്ടിപ്പിടിക്കുന്നത് അവർ അഡ്സോർബേറ്റ് അല്ലെങ്കിൽ അഡ്സോർബ്ഡ് ഫേസ്. ഇനി ഈ എന്തിന്റെ മുകളിലാണോ ഇവർ അറ്റാച്ച് ചെയ്യുന്നത് അതിനെ അഡ്സോർബൻറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി അബ്സോർപ്ഷൻ ആണെങ്കിൽ അബ്സോർബ് ചെയ്യുന്ന മോളിക്യൂൾസിനെ നമ്മൾ അബ്സോർബ്ഡ് മോളിക്യൂൾസ് എന്ന് തന്നെ വിളിക്കും. ഇനി ഒരേ സമയം, അതായത് ഒരു ഒബ്ജക്റ്റിൽ തന്നെ ഇപ്പം അബ്സോർപ്ഷനും നടക്കുന്നുണ്ട് അബ്സോർപ്ഷനും നടക്കുന്നുണ്ടെങ്കിൽ ടുഗെദർ നമ്മൾ എന്ത് വിളിക്കും, ആ ഒരു പ്രോസസ്സിനെ സോർപ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സബ്സ്റ്റൻസ് വിച്ച് ഇസ് ദസ് അതർ ടു ദ സർഫസ് ഇറ്റ് ഇസ് സെഡ് ടു ബി അബ്സോർബ്ഡ് ഫേസ് ഓർ അബ്സോർബേറ്റ്. ഇനി സബ്സ്റ്റൻസ് ടു വിച്ച് ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് അതിനെ അഡ്സോർബൻറ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അഡ്സോർബ്, അതായത് വെറുതെ നമ്മൾ പറഞ്ഞു അട്രാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ വന്ന് അവിടെ വന്ന് ഒട്ടിപ്പിടിക്കുന്നു ഒരു സർഫസിൽ, അല്ലെ, എന്താണ് അവിടെ കെമിക്കലി അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു കെമിസ്ട്രി സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം അഡ്സോർപ്ഷൻ നടക്കുമ്പം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഇന്ററാക്ഷൻസ്, ഓക്കെ, അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. സോ ഈ പറയുന്ന അഡ്സോർബേറ്റ് എന്തായിരുന്നു, നിതീന, അഡ്സോർബേറ്റ് എന്തായിരുന്നു? The particle which is get absorbed on the surface. ഓക്കെ, ഇപ്പോ ആൻസർ പറഞ്ഞത് ആരായിരുന്നു? നജീഹ. നജീഹ, ഓക്കെ. ആൻഡ് ലക്ഷ്മി എന്നാണോ? ലക്ഷ്മി, വാട്ട് ഈസ് ലൈക് അഡ്സോർബൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണോ അറ്റാച്ച് ചെയ്യുന്നത്. ഇനി എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത് അതിനെന്ത് വിളിക്കുന്നു? അഡ്സോർബൻറ്റ്. അഡ്സോർബൻറ്റ്, ഓക്കെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താണ്, അഡ്സോർപ്ഷൻ, കൈൻഡ്സ് ഓഫ് അഡ്സോർപ്ഷൻ ഇന്ററാക്ഷൻസ്. അപ്പൊ എന്തൊക്കെ കൈൻഡ് ഓഫ് ഫോഴ്സസ് ആണ്, അതായത് ഒരു അഡ്സോർബേറ്റും ഒരു അഡ്സോർബൻറ്റും ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഈ അഡ്സോർബൻറ്റും തമ്മിൽ എന്ത് ചെയ്യണം, ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് ആണ് എന്നാണ് ലൈക് ലാങ്മർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് അദ്ദേഹം കണ്ടെത്തിയത്. ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സസ്, അതായത് വളരെ കുറഞ്ഞ സമയം മാത്രം നിലനിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് അട്രാക്റ്റീവ് അല്ലെങ്കിൽ റിപ്പൾസീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫോഴ്സ് ആണ് എന്തുള്ളത്, ഈ അഡ്സോർബന്റിന്റെ ഇടയിലുള്ളത് എന്നാണ് ആര് പറഞ്ഞത്? N1 എന്നാണ്, ഐ എന്നാണ് കേട്ടോ, ലാങ്മർ. ഓക്കെ, സോ ഇനി ആ ഫോഴ്സസിനെ പറ്റി നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും. നോൺ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ അട്രാക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ അത്ര തന്നെ സ്ട്രോങ് ബോണ്ടിങ് അല്ലാത്ത ടൈപ്പ് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കും. എന്തൊക്കെയാണ് നോൺ സ്പെസിഫിക് ഫോഴ്സസ്? ഒന്ന് ഡിസ്പേർഷൻ ഫോഴ്സ്, അനദർ വൺ ഓറിയന്റേഷൻ ഫോഴ്സസ്, ഇനി അതും അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഫോഴ്സസ്. ഓക്കെ, അപ്പം ആ ഫോഴ്സസ് എന്ന് പറയുന്നത് ഐദർ ഇറ്റ് കുഡ് ബി വാട്ട് നോൺ സ്പെസിഫിക് ആവും. നോൺ സ്പെസിഫിക് ഫോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഫോഴ്സ് ആവാം. ഓക്കെ, ചിലപ്പോ ഈ പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി സം കെമിക്കൽ ബോണ്ട്. കെമിക്കൽ ബോണ്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അയോണിക് ബോണ്ടും കൊവാലന്റ് ബോണ്ടും. നമുക്കറിയാം അയോണിക് ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന് കൊടുക്കാൻ, അതായത് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരാൾ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാൾ ഇലക്ട്രോൺസിനെ വാങ്ങുന്നു, അങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. കൊവാലന്റ് ബോണ്ട് ആണെങ്കിൽ എന്താണ്? അങ്ങനെ കൊടുക്കാനും വാങ്ങാനും താല്പര്യം ഇല്ലാത്ത രണ്ടാളുകൾ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, എന്നാൽ രണ്ടുപേർക്കും സ്റ്റേബിൾ ആവും വേണം, അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നു. അതാണ് ഇവിടെ കൊവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പം ചിലപ്പോൾ ഈ പറയുന്ന ഫോഴ്സസ്, ഈ പറയുന്ന ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? കെമിക്കൽ ബോണ്ട് ആയിരിക്കാം, ലൈക് അയോണിക് ഓർ കൊവാലന്റ് ബോണ്ട്സ്.
കെമിക്കൽ ചിലപ്പം എന്തായിരിക്കാം നോൺ സ്പെസിഫിക് ബോൺസ് ലൈക്ക് ഡിസ്പേർഷൻ, ഓറിയന്റേഷൻ ആൻഡ് ഇൻഡക്ഷൻ ഫോഴ്സ് ആവും. ചിലപ്പോൾ എന്തായിരിക്കാം കെമിക്കൽ ബോൺസ് ലൈക്ക് അയോണിക് ആൻഡ് കോവാലന്റ് ബോണ്ട് ആവാം. ഓക്കെ, അയോണിക് ആൻഡ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്പെസിഫിക് ആണ്. മറ്റേത് നമ്മൾ പറഞ്ഞത് നോൺ സ്പെസിഫിക് ആണ്. ഇതെന്താണ് സ്പെസിഫിക് ഫോഴ്സസ് ആണ്. അത്തരം കേസസിൽ ഒരു സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ആണ് അവിടെ ഫോം ചെയ്യുന്നത് അല്ലെ. അതായത് അഡ്സോർബന്റിന്റെ ഇടയിൽ അവിടെ ഫോം ചെയ്യുന്ന എന്താണ് സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കെമിക്കൽ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു കെമിക്കൽ ബോണ്ടിന്റെ ഹെൽപ്പോട് കൂടിയാണ് അവിടെ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ what that phenomenon is called, it is called chemical adsorption or chemissorption. Okay, അതിനെയാണ് നമ്മൾ കെമിക്കൽ അഡ്സോർപ്ഷൻ ഓർ കെമിസോർപ്ഷൻ എന്ന് വിളിക്കുന്നത്. Is it clear? സോ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഈ സ്ലൈഡിലുള്ള കാര്യം പറയാം. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ലൈക്ക് ലാൻഡ്മോർ എന്ത് പറഞ്ഞു? ലൈക്ക് ഈ പറയുന്ന അഡ്സോർബേറ്റിന്റെ ഇടയിലുള്ള ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് അതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സസ് ആണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തതാണ്. അതായത് അത് ലൈക്ക് പ്രൂവൺ ആയിട്ടൊന്നും പറഞ്ഞില്ല, അദ്ദേഹം ഒരു സജഷൻ പറഞ്ഞു. ആൻഡ് ഈ ഫോഴ്സസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആയിരിക്കാം, either നോൺ സ്പെസിഫിക് ഫോഴ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ഫോഴ്സ്. നോൺ സ്പെസിഫിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പേർഷൻ, ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ ഫോഴ്സസ്. കെമിക്കൽ സ്പെസിഫിക് ഫോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ഡ്യൂ ടു കെമിക്കൽ ബോണ്ട്. കെമിക്കൽ ബോണ്ട്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരുന്നു? അയോണിക് ബോണ്ട് അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ട്. ഓക്കെ, ഇനി നമ്മളെ സ്പെസിഫിക് ഫോഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ ബോണ്ട്, അതായത് അയോണിക് ബോണ്ടിലും കോവാലന്റ് ബോണ്ടിലും ഒക്കെ ഫോം ചെയ്യുന്നത് പോലെ സ്ട്രോങ് കെമിക്കൽ ബോണ്ട് ഒരു അഡ്സോർബന്റിന്റെ ഇടയിൽ ഫോം ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫിനോമിനനെ നമ്മൾ അഡ്സോർപ്ഷൻ എന്നുള്ളതൊക്കെ അഡ്സോർപ്ഷനിൽ നിന്നൊക്കെ കുറച്ചും കൂടി ഉള്ളോട്ട് പോയി എന്തായി ആ പേരിന് കെമിക്കൽ അഡ്സോർപ്ഷൻ ഓർ കെമിസോർപ്ഷൻ എന്ന് വിളിക്കും. ഓക്കെ, സോ അപ്പൊ നമ്മൾ പറഞ്ഞു ഇതാണ് കെമിക്കൽ ബോണ്ട് അല്ലെങ്കിൽ കെമിക്കൽ ഫോഴ്സ് ആക്ടിങ്. എന്നാൽ അഡ്സോർപ്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഫിസിക്കൽ ഫോഴ്സസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ബോണ്ട് ആണ്. അത് റിവേഴ്സിബിൾ അല്ല. അതായത് വൺസ് ഫോം ചെയ്താൽ തിരിച്ച് പഴയ പോലെ ആവുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഫിസിക്കൽ ഫോഴ്സസ് അങ്ങനെയല്ല, നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്പേർഷൻ ഫോഴ്സ്, ഓറിയന്റേഷൻ ഫോഴ്സ്, അതൊക്കെ ഫിസിക്കൽ ഫോഴ്സസിൽ വരുന്നതാണ്. അതെന്തായിരിക്കും? കുറച്ചും കൂടെ റിവേഴ്സിബിൾ ആയിരിക്കും. അതായത് വൺസ് ഫോം ചെയ്ത് നമുക്ക് വീണ്ടും ചെയ്യാം പഴയ പോലെ രണ്ട് അഡ്സോർബന്റിനെയും വേർതിരിക്കാനും വേണമെങ്കിൽ പറ്റാം. ഓക്കെ, സോ ഈ ഫിസിക്കൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത് നോൺ സ്പെസിഫിക് ആണ്. ഏതൊക്കെയായിരുന്നു? ഡിസ്പേർഷൻ ഫോഴ്സ് അല്ലെങ്കിൽ വാണ്ടർ വാൾസ് ഫോഴ്സസ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഈ ഫോഴ്സ് അറൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈക്ക് ഒരു ടെമ്പററി അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഡൈപോൾസിന്റെ ഫോർമേഷൻ വഴി ആവാം ചിലപ്പോൾ ഈ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ ടു ഡൈപോൾസ് അപ്രോച്ച് ഈച്ച് അതർ, സി രണ്ട് ഡൈപോൾസ് പരസ്പരം അപ്രോച്ച് ചെയ്യാണ്, അതായത് അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുമ്പം പിന്നെന്ന് പറയുന്നത് അതായത് അവര് ഒരു സെപ്പറേറ്റ് ഡിസ്റ്റൻസിലാണ് രണ്ട് ഡൈപോൾസ്. എന്താണ്? 1 second, വാട്ട് ഈസ് എ ഡൈപോൾ? ഡൈപോൾ എന്ന് പറയുന്നത് ഡൈ മീൻസ് ടു, പോൾസ് മീൻസ് രണ്ട് എൻഡ് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ട് എൻഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഹാവിംഗ് 2 ചാർജസ് എന്ന് ചിന്തിക്കാം. അതായത് രണ്ട് ചാർജസ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈക്ക് ഒരു സ്ഫിയർ സ്ട്രക്ചർ കൊടുത്താൽ മതി. ഓക്കെ, അതായത് ഇറ്റ് കുഡ് ബി ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി ഐദർ പോസിറ്റീവ് ഓർ ഇറ്റ് കുഡ് ബി ഐദർ നെഗറ്റീവ് ഓർ നെഗറ്റീവ്. ഓക്കെ, ഇനി അതല്ല, അപ്പൊ ഈ ഒരു ഡൈപോൾസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഡൈപോൾസ് പരസ്പരം അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഒപ്പം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ മോഷൻ എന്ന് പറയുന്നത് എന്തല്ല? ഇൻഡിപെൻഡന്റ് അല്ല മീൻസ് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇൻസ്റ്റെഡ് two dipoles oriented in the same direction produce an attractive force. രണ്ട് ഡൈപോൾസ് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ they will form an attractive force. Okay, and ഈ ഫോഴ്സസിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഡിസ്പേർഷൻ ഫോഴ്സസ് എന്ന് വിളിക്കുന്നു. ബിക്കോസ് എന്താണ് ഈ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള ഡൈപോൾസ് എന്തിന് കാരണമാകുന്നു? എന്തുകൊണ്ടാണ് ഡിസ്പേർഷൻ ഫോഴ്സ് എന്ന് വിളിക്കാൻ കാരണം? ഈ പറയുന്ന ഡൈപോൾസ് മൂവ്മെന്റ് ചെയ്യുന്നു, ലൈറ്റിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ലൈറ്റിനെ അവരുടെ ലൈക്ക് വിജിയോർ ഫോമിലേക്ക് ഒരു വിസിബിൾ അല്ലെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റിനെ എന്ത് ചെയ്യുന്നു? അതിന്റെ വിജിയോർ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ടുള്ള ഡിഫറെന്റ് കളേർഡ് ലൈറ്റ്സ് ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഫോഴ്സസിനെ എന്ത് വിളിക്കുന്നത്? ഡിസ്പേർഷൻ ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പറഞ്ഞു അതായത് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് ആൻ ഐസൊലേറ്റഡ് ആറ്റം. സി, ഒരു ഐസൊലേറ്റഡ് ആറ്റം എടുക്കുകയാണെങ്കിൽ അതിലെ ഇലക്ട്രോൺസിനെ എങ്ങനെയാണ്
ലൈക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക, ഈവൻലി ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക, എല്ലാ ഭാഗത്തും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ അതിനൊരു പ്രത്യേകിച്ച് ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എല്ലായിടത്തും ഈക്വലി ആണ് ഇലക്ട്രോൺസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ കേസ് നോക്കൂ, ഈ പിക്ചറിൽ ഇലക്ട്രോൺസ് കുറച്ചും കൂടി ഈ ഭാഗത്താണ് കൂടുതൽ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഈ ഒരു ലൈക്ക് ഡെൽറ്റ കൊടുക്കുന്നത് ഒരു പാർഷ്യൽ നെഗറ്റീവ് അല്ലെങ്കിൽ പാർഷ്യൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ പാർഷ്യൽ ചാർജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ഡെൽറ്റ, സ്മോൾ ലെറ്റർ ഡെൽറ്റ. അപ്പൊ ഈ ഒരു ഡെൽറ്റ ഇവിടെ ഇലക്ട്രോൺസ് ഈ ഭാഗത്ത് എന്താണ് കൂടി നിൽക്കുന്നുണ്ട്. ഇലക്ട്രോൺസിന്റെ ചാർജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ ഇലക്ട്രോൺസ് എവിടെയാണോ കൂടുതൽ അവിടെ എന്തായിരിക്കും നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പുറത്തെ സൈഡ് പോസിറ്റീവ് സൈഡ്. ഇനി അതാണ് ഇൻസ്റ്റന്റേനിയസ് ഡൈപോൾ ഫോർമേഷൻ ഡ്യൂ ടു അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ്. കണ്ടോ, അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട്, അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ ഡൈപോൾ ഫോം ചെയ്തു. ഞാൻ എന്താ പറഞ്ഞത്, രണ്ട് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ചാർജസ് അല്ലെങ്കിൽ ടു ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്. ഇവിടെ ഇപ്പൊ ഈ രണ്ട് ചാർജസിനും ഈ ഒരു ഡിസ്റ്റൻസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഇൻസ്റ്റന്റ്, അതായത് ഈ ഒരു സ്ഫെറിക്കലി ആയിട്ടുണ്ടായിരുന്ന ഒരു ലൈക്ക് ഒരു സ്ഫെറിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടായിരുന്ന ഇതുപോലത്തെ ഒരു സംഭവം പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് ഒരു ഭാഗത്തേക്ക് ക്ലൗഡ് ചെയ്യുന്നു, മറ്റെടുത്ത് കുറയുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരു ഇൻസ്റ്റന്റേനിയസ് ഡൈപോൾ ഫോം ചെയ്യും. ഓക്കെ, ഇനി ലൈക്ക് രണ്ട് ഇൻസ്റ്റന്റേനിയസ് ഡൈപോൾസ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, ടുഗെദർ ഇഫ് ദേ ആർ മൂവിങ് ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. അല്ലെ, എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഇവിടെ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ആണുള്ളത്. സോ ദേ വിൽ അട്രാക്ട്. ഓക്കെ, സോ അതർ ഫിസിക്കൽ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഓറിയന്റേഷൻ ഫോഴ്സസ്, ഡിസ്പെർഷൻ ഫോഴ്സിന്റെ കാര്യം പറഞ്ഞു. ഈ ഓറിയന്റേഷൻ ഫോഴ്സ് എന്താണ്? ഓറിയന്റേഷൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി കോൺസ്റ്റന്റ് ഇലക്ട്രിക്കൽ ചാർജസ് ഉള്ള പോളാർ മോളിക്യൂൾസിനെ അബ്സോർബ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ് ആണ് എന്ത്, ഓറിയന്റേഷൻ ഫോഴ്സസ്. ഓക്കെ, സോ ഇലക്ട്രിക്കൽ ചാർജസ്, ഇപ്പൊ സർഫസിൽ അപ്പിയർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ചാർജ് എന്ന് പറയുന്നത് either അതെന്തായിരിക്കും, ഈ ചാർജ്ഡ് അയോൺസിന്റെ ഡിസോസിയേഷനോ അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ അട്രാക്ഷൻ ഒക്കെ കാരണമായിരിക്കും ഫ്രം ദ സറൗണ്ടിങ്സ് ബൈ ഇൻകംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആറ്റംസ് ഓഫ് ദ സർഫസ്. ഓക്കെ, അതായത് സർഫസിലുള്ള ഇൻകംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആറ്റംസ് ഉണ്ടായിരിക്കും, അവരിൽ നിന്നും ഉള്ള അയൺസിനെ അട്രാക്ട് ചെയ്തതോ അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് ഡിസോസിയേഷൻ ഒക്കെ വഴി ഉണ്ടാകുന്ന ചാർജസ് ആണ് ഇത് ഈ പറയുന്ന ഓറിയന്റേഷൻ ഫോഴ്സസ് കാരണം. അപ്പൊ പോളാർ മോളിക്യൂൾസിന്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ് ആണ് എന്ത്, ഓറിയന്റേഷൻ ഫോഴ്സ്. ഓക്കെ, സോ ഹിയർ ഇവിടെ നോക്കൂ, ഒരു പോളാർ മോളിക്യൂൾ വരുന്നു. പോളാർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു പോസിറ്റീവും ഒരു എൻഡിൽ നെഗറ്റീവ് ചാർജും ഉണ്ട്. സോ ഈ പോളാർ മോളിക്യൂൾ വന്ന സർഫസിൽ പോസിറ്റീവ് ഇവിടെയാണ് അട്രാക്ട് ചെയ്യുന്നതെങ്കിൽ വിച്ച് മീൻസ് സർഫസ് എന്തായിരിക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഇനി ഇപ്പുറത്തെ കേസ് നോക്കൂ, ഇവിടെ ലൈക്ക് നെഗറ്റീവ് ചാർജ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണ്, സർഫസ് എന്തായിരിക്കും, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ പറയുന്ന അഡ്സോർബേറ്റിന്റെയും ചാർജസ്, ഈ പോളാർ മോളിക്യൂൾ വരുന്നത് എന്ത് ബേസിലായിരിക്കും, അഡ്സോർബന്റിന്റെ ചാർജ് അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, സോ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫാക്ടേഴ്സ്, അതായത് ഇലക്ട്രോൺസ് either if they are attracted അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ നിന്ന് റിപ്പൽഡ് ആണോ എന്നുള്ളതനുസരിച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് ഫാക്ടേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫാക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, ഇലക്ട്രോൺസ് either if they are attracted or repelled from atoms to atom or group of atoms. ഓക്കെ, അത്തരം കേസസിനെ, അത്തരം കൈൻഡ് ഓഫ് എഫക്ട്സിനെ നമ്മൾ ഇൻജക്റ്റീവ് എഫക്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോൺസിന്റെ പ്രസൻസ് either അട്രാക്റ്റഡ് ആണോ അല്ലെങ്കിൽ റിപ്പൽഡ് ആണോ എന്നുള്ളതനുസരിച്ചിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ് ആണ് ഇൻജക്റ്റീവ് ഫോഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻജക്റ്റീവ് എഫക്ട്സ്. സോ ഒരു അഡ്സോർബേറ്റ് എന്ന് പറയുന്നത് ഒരു ഡൈപോൾസ് ഉണ്ടാവണമെന്നില്ല. അതായത് ഇപ്പം അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അഡ്സോർബേറ്റിന് എന്തുണ്ടാവണമെന്നില്ല, ഒരു ഡൈപോൾ ഉണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷെ അവരുടെ ഈ അഡ്സോർബന്റിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ചാർജ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ അഡ്സോർബേറ്റിന്റെ മുകളിൽ ഒരു ഡൈപോള് എന്ത് ചെയ്യുന്നു, ഇൻഡ്യൂസ് ചെയ്യിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം അഡ്സോർബേറ്റിലെ ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിൽ വിച്ച് മീൻസ് അഡ്സോർബേറ്റിൽ എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ്. അല്ലെ, ഇതിപ്പോ സപ്പോസ് ഒരു അഡ്സോർബേറ്റ് ആണെന്ന് വിചാരിക്കും, അഡ്സോർബന്റ് ആണെന്ന് വിചാരിക്കും. അഡ്സോർബന്റിൽ നെഗറ്റീവ് ഇലക്ട്രോൺസിന്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്, വിച്ച് മീൻസ് ഇവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. സോ ഇവിടെ വന്ന പോളാർ മോളിക്യൂൾ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും, ഇവിടെ പോസിറ്റീവ് ചാർജ് ആവും. എന്തുകൊണ്ടാണ്, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യാണ്, അതായത് അവരെന്ത് ചെയ്യുന്നത്, സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. ലൈക്ക് ഇവിടെ അട്രാക്ട് ചെയ്യൂ, ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്, അപ്പൊ പോസിറ്റീവ് ആയാൽ
എന്ത് ചെയ്യും? അപ്പൊ എന്ത് ചെയ്യും? ഈ പോളാർ മോളിക്യൂളിൽ ഇലക്ട്രോൺസ് ഈ ഭാഗത്തേക്ക് പോകും, ഇവിടെ പോസിറ്റീവ് ആവും. സോ അവിടെ ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ് വരുന്നു, ഈ ഒരു മോളിക്യൂൾ ഇവിടെ അട്രാക്റ്റഡ് ആവുന്നു. ഈ ഒരു കൈൻഡ് ഓഫ് ഫോഴ്സിനെയാണ് ഇൻജക്റ്റീവ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. സോ ഈ മോളിക്യൂൾസ്, അതായത് അബ്സോർബൻറ്റ് സർഫേസുമായിട്ട് മോളിക്യൂൾസ് അപ്രോച്ച് ചെയ്യുന്നത് ഈ ലൈക്ക് ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഫോഴ്സസ് ഓഫ് റിപ്പൽഷൻ ഒക്കെ അനുസരിച്ച് ലൈക്ക് അവരുടെ മൂവ്മെന്റിന് വ്യത്യാസം വരും. അബ്സോർപ്ഷനും ഡീസോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുന്നത് വരെ അത് എന്ത് ചെയ്യുന്നു? ദേ വിൽ കണ്ടിന്യൂ. ഓക്കെ, അതായത് അബ്സോർപ്ഷന്റെ നേരെ, അതായത് ഒരു അബ്സോർബേറ്റ് വന്നിട്ട് അബ്സോർബൻറ്റിൽ ഒട്ടിപ്പിടിക്കുന്നു, അത് തിരിച്ചു നടക്കുന്നത്, അതായത് അബ്സോർബേറ്റ് അവിടെ നിന്നും പറഞ്ഞു പോകുന്നു, അതാണ് ഡീസോർപ്ഷൻ. ഇത് നടക്കുന്നത് ഏതുവരെയാണ്? ഒരു ഇക്വിലിബ്രിയം, മൊത്തത്തിലുള്ള സിസ്റ്റത്തിന് ഒരു ഇക്വിലിബ്രിയം എത്തുന്നത് വരെയാണ് ഈ ബോത്ത് പ്രോസസ് ഒക്കർ ചെയ്യുന്നത്. Okay, a molecule being absorbed is not associated with a single center, rather it interacts with many neighboring centers. See, ഒരു മോളിക്യൂള് ഒരു അബ്സോർബേറ്റ് വന്ന് ഒരു അബ്സോർബൻറ്റിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തല്ല, അത് ആ ഒരു അറ്റാച്ച് ചെയ്ത ഭാഗത്ത് മാത്രമല്ല അത് അഫക്ട് ചെയ്യുന്നത്, പിന്നെ എവിടെയും കൂടിയാണ്? നൈബറിംഗ് സെന്റേഴ്സിനെയും കൂടിയാണ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ ലൈക്ക് ഇൻക്ലൂഡ് ചെയ്ത പോയിന്റ്സ് ആണ്. ഓക്കെ, നമ്മൾ ഒരുപാട് നോൺ സ്പെസിഫിക് ഇന്ററാക്ഷൻസ് ഇപ്പൊ പറഞ്ഞു അല്ലെ. ആ നോൺ സ്പെസിഫിക് ഇന്ററാക്ഷൻസ് കൂടാതെ ഇവിടെയുള്ള ഒരു ലൈക് മേജർ ഒരു കൈൻഡ് ഓഫ് ബോണ്ട് അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കൂടുതൽ അഡ്സോർബൻസിന്റെ മുകളിലും ഒരുപാട് മോളിക്കുലർ കോംപ്ലക്സസ് ഒക്കെ ഫോം ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ്. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ആക്ച്വലി നോർമൽ അയോണിക് ബോണ്ടിനേക്കാളും എന്താണ്? വീക്കർ ആണ്. അതായത് ഇപ്പൊ നമ്മൾ കെമിക്കൽ ബോണ്ട് ആണോ എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ബോണ്ട് ഇസ് എ കെമിക്കൽ ബോണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ കെമിക്കൽ ബോണ്ട്സ് നമ്മൾ പറഞ്ഞു അയോണിക് ബോണ്ടും കൊവാലന്റ് ബോണ്ടും, അതിന്റെ അത്ര തന്നെ എന്തല്ല, സ്ട്രോങ് അല്ല. പക്ഷെ നമ്മൾ വീക്ക് ഫോഴ്സസ് പറഞ്ഞു, ഡൈപോൾ ഇന്ററാക്ഷൻസ്, അങ്ങനത്തെ ഡിസ്പേർഷൻ ഫോഴ്സസ് ഒക്കെ അതിനേക്കാളും എന്തായിരിക്കും? സ്ട്രോങ്ങും ആണ്. എന്നാൽ കെമിക്കൽ ബോണ്ട്സിലുള്ള അയോണിക് ബോണ്ട്സിനേക്കാളും വീക്കറും ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്ന ലൈക്ക് കേസസ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു പോസിറ്റീവ്ലി ചാർജ് ഹൈഡ്രജൻ ആറ്റം ഒരു മോളിക്യൂളിലും അതിനേക്കാൾ ഒരു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഒരു സെക്കൻഡ് മോളിക്യൂളിൽ ഉണ്ടെങ്കിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള, അതായത് ആ മോളിക്യൂൾസിൽ കമ്പാരിറ്റീവ്ലി ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം എന്ത് ചെയ്യുന്നു? ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, സോ ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ വാട്ടർ മോളിക്യൂൾസ് ആണെങ്കിൽ തന്നെ നോക്കൂ, ഇതാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആണ്. എന്താണ്? ഹൈഡ്രജന്റെ വാലൻസ് 1 ആണ്, അറ്റോമിക് നമ്പർ. സോ 1 ഇലക്ട്രോൺ ആണ് ഔട്ട് ഇതിലുള്ളത് അല്ലെ. അപ്പൊ ഇലക്ട്രോൺ ഇസ് ലെസ്, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? പാർഷ്യൽ പോസിറ്റീവ് ചാർജ് വരുന്നു. ഇനി ഓക്സിജന്റെ കേസിലാണെങ്കിൽ അവിടെ ദേ ആർ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഇൻ നേച്ചർ. അവിടെ എന്താണ്? ലൈക്ക് പാർഷ്യൽ നെഗറ്റീവ് ചാർജ് വിൽ ബി ദർ. സോ ഇവരുടെ ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഹൈഡ്രജൻ ബോണ്ട്. ഓക്കെ, സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സി ഇതില് വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കാനൊന്നുമില്ല. നമ്മൾ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞത്? അബ്സോർപ്ഷൻ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് അബ്സോർബേറ്റും തമ്മിലുള്ള ഒരു കൈൻഡ് ഓഫ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു ആര്? ഐലാൻഡർ. ഈ ഫോഴ്സസ് നോൺ സ്പെസിഫിക് ആവാം, സ്പെസിഫിക് ആവാം. നോൺ സ്പെസിഫിക് എന്ന് പറയുന്നത് ഡിസ്പേർഷൻ, ഓറിയന്റേഷൻ ആൻഡ് ഇൻഡക്ഷൻ ഫോഴ്സസും, കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് ആൻഡ് കൊവാലന്റ് ബോണ്ട്. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ, അതായത് കെമിക്കൽ ബോണ്ട്സിൽ തന്നെ കുറച്ചുകൂടെ മച്ച് വീക്കർ ആയിട്ടുള്ള ബോണ്ട് ഹൈഡ്രജൻ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. ഇനി കെമിക്കൽ ബോണ്ട് വഴിയാണ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കെമിക്കൽ അബ്സോർപ്ഷൻ ഓർ കെമിസോർപ്ഷൻ. ഓക്കെ, ഇനി ഫിസിക്കൽ ഫോഴ്സസ് ആണെങ്കിൽ ഒരു ടെമ്പററി അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് ഡൈപോൾസ് വഴിയാണ് ഫോം ചെയ്യുന്നത്. ആ ഡൈപോൾസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് ലൈക്ക് എങ്ങനെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് ആകുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞു. ഓക്കെ, ഇനി ഒരു പോളാർ മോളിക്യൂൾസിന്റെ പ്രസൻസ് എന്ന് പറഞ്ഞാൽ അബ്സോർബന്റിന്റെ ചാർജ് എങ്ങനെയാണ്? പോളാർ മോളിക്യൂൾസിന്റെ പ്രസൻസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫാക്ടേഴ്സ്, അതായത് ഇലക്ട്രോൺസ് ഐദർ അട്രാക്റ്റഡ് ആണോ റിപ്പൽഡ് ആണോ എന്നനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇൻജക്റ്റീവ് എഫക്ട്സ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അബ്സോർബേറ്റിന് എന്തുണ്ടാവില്ല? ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ഡൈപോൾസോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷെ അബ്സോർബൻറ്റിന് മുകളിലുള്ള ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് കാരണം എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ഇൻഡ്യൂസ് എ ചാർജ് ഇൻ ദി അബ്സോർബൻറ്റ്. അതുകൊണ്ടാണ് ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറയുന്നത്. ഇനി ഒരു മോളിക്യൂൾ ഒരു സബ്സ്റ്റൻസിൽ അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ അബ്സോർബ് ചെയ്യുന്ന അബ്സോർബൻറ്റിന്റെ സെന്റർ മാത്രമല്ല നൈബറിംഗ് സെന്റേഴ്സിനെയും കൂടി എന്ത് ചെയ്യുന്നു? ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മോളിക്കുലർ കോംപ്ലക്സസ്, അതായത് ഹൈഡ്രജൻ ബോണ്ട് വഴി ഫോം ചെയ്യുന്ന മോളിക്കുലർ കോംപ്ലക്സ്, അതായത്
എന്താ പറയാ അഡ്സോർബൻസിന്റെ മുകളിൽ ഫോം ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു പാർഷ്യൽ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റം നേടിയിരുന്നു ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ആറ്റം. അതായത് ഓക്സിജൻ തന്നെ വേണമെന്നില്ല, ഓക്സിജൻ, നൈട്രജൻ, അതുപോലെ ഗ്രൂപ്പ് 9 അതായത് ഗ്രൂപ്പ് 9 പീരിയോഡിക് ടേബിൾസിൽ വരുന്ന ലൈക്ക് ഓക്സിജൻ, ഫ്ലൂറിൻ, നൈട്രജൻ അങ്ങനെയുള്ള ആ ഗ്രൂപ്പിൽ വരുന്ന ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസിന് എന്ത് ചെയ്യാം ആണ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുമായിട്ട്, അതായത് ഈ ഒരു കൈൻഡ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അബൌട്ട് അഡ്സോർപ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. സി എന്തൊക്കെയാണ് അഡ്സോർപ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നമുക്കറിയാം എന്താ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, അതായത് ഒരു സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു സർഫസിൽ പോയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ എക്സ്റ്റെൻസ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് അതിന്റെ സർഫസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതായത് അഡ്സോർബിങ് ഏജന്റ്, അതായത് ആരാണോ ഈ പറയുന്ന അഡ്സോർബിങ് ഏജന്റിന്റെ സർഫസ് കൂടുന്നതിനനുസരിച്ചിട്ട് അഡ്സോർപ്ഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് റിയാക്ഷൻസിലൊക്കെ ഫൈൻലി ഡിവൈഡ് ആയിട്ടുള്ള മെറ്റൽസിന് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ കൊളോയിഡൽ സ്റ്റേറ്റിലാണെങ്കിലും നിക്കൽ, പ്ലാറ്റിനം, അല്ലെ, നമ്മൾ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആരോ മാർക്സ് ഇട്ടിട്ട് ഇവിടെ നിക്കൽ അല്ലെങ്കിൽ പ്ലാറ്റിനം എന്നൊക്കെ പറഞ്ഞിട്ട് ഫൈൻലി ഡിവൈഡഡ് നിക്കൽ അല്ലെങ്കിൽ പ്ലാറ്റിനം എന്നൊക്കെ പറയാറുണ്ട്. വൈ ഇറ്റ് ഇസ് സോ? ബിക്കോസ് എന്താണ്, അത് ഫൈൻലി ഡിവൈഡ് ആകുമ്പോൾ അവിടെ സർഫസ് ഏരിയ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഫൈൻലി ഡിവൈഡ് എന്ന് പറയുമ്പോൾ അത് എക്സ്പോസ്ഡ് ആകുന്നത്, അതായത് ഉള്ളിലുള്ള ഭാഗം കുറഞ്ഞു, അതായത് എയറിനോട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്ന ഭാഗം കൂടി കോണ്ടാക്ട് വരാത്ത ഭാഗം കുറഞ്ഞു, അല്ലെ, അത്രയും ചെറുതായി. ഒരു മോളിക്യൂൾ വലുതാവും എന്ന് പറയുമ്പോൾ ഉള്ളില് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ മോളിക്യൂൾസ്, എയർ മോളിക്യൂൾസിനോട് അറ്റാച്ച്ഡ് ആകുന്ന സർഫസ് വളരെ കുറവാണ്. വിച്ച് മീൻസ് അവിടെ സർഫസ് ഏരിയ എന്തായി? കുറവാണ്. ഓക്കെ, വലിയൊരു ഒബ്ജക്റ്റിനെ സംഭവിച്ച്. ഇവിടെ എന്താ സർഫസ് ഏരിയ ഫൈൻലി ഡിവൈഡ് എന്ന് പറയുന്നത് സർഫസ് ഏരിയ എന്തായിരിക്കും? ലാർജ് ആണ്. സോ ഫൈൻലി ഡിവൈഡ് ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? Adsorption will be higher. So extent of adsorption എന്ന് പറയുന്നത് depends upon the surface area. Okay, the larger the surface of adsorbing agent, greater is the adsorption. Okay, surfacing, അതായത് adsorbing agentന്റെ surface area കൂടുന്നതിനനുസരിച്ച് which means adsorption കൂടുതലായിരിക്കും. അതായത് നിക്കൽ, പ്ലാറ്റിനം, porous substances like charcoal ഒക്കെ ഫൈൻലി ഡിവൈഡ് ആണ്. അതുപോലെ തന്നെ അതെന്ത് ചെയ്യുന്നു? ലാർജർ സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദേ ആർ ബെസ്റ്റ് സോളിഡ് adsorbents. Okay. So that is the first characteristics. എന്താണ്? സർഫസ് ഏരിയ അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. അതിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് സർഫസ് ഏരിയ. സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ അഡ്സോർപ്ഷൻ വിൽ ബി ഹൈ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ പ്രൊസീഡ്സ് ബെസ്റ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ടെമ്പറേച്ചർ. സി അതൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്തായിരുന്നു? ലൈക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഫോഴ്സസ് കാരണം, അതായത് ഇപ്പോ വാണ്ടർ വാൾസ് ഫോഴ്സ്, ഡിസ്പേർഷൻ ഫോഴ്സ് ഒക്കെ പോലത്തെ വീക്ക് ഫോഴ്സസ് കാരണം ഡെവലപ്പ് ചെയ്യുന്ന അഡ്സോർബേറ്റിനും അഡ്സോർബന്റിന്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അഡ്സോർപ്ഷൻ, അതാണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ. അത് ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നു? ഫിസിക്കൽ അഡ്സോർപ്ഷൻ ബെസ്റ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യുന്നു. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നു? ഇറ്റ് വിൽ ഫിസിക്കൽ അഡ്സോർപ്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. What will be the reason? അതാണ് Le Chatelet പ്രിൻസിപ്പിൾ അനുസരിച്ച് പോകുന്നത്. സോ എന്തുകൊണ്ടായിരിക്കും ടെമ്പറേച്ചർ കുറഞ്ഞ സമയത്ത് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ബെസ്റ്റിൽ നടക്കുന്നത്? വോട്ട് യു തിങ്ക്? ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടോ അതില്? എനി ഐഡിയ? സർഫസ് ടെൻഷൻ കൂടുന്നതുകൊണ്ടായിരിക്കും. സർഫസ് ടെൻഷൻ കൂടുന്നു, അപ്പൊ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കണക്ട് ചെയ്ത് പറയും. അങ്ങനെയും നമുക്ക് പറയാം. ഇയാൾ പറഞ്ഞതിന് തെറ്റൊന്നുമില്ല. ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് അല്ല, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന കാര്യം വെച്ച് പറഞ്ഞാൽ മതി. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രകാരം എന്താണ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ? ടെമ്പറേച്ചർ കുറയുമ്പോൾ സർഫസ് ടെൻഷൻ കൂടും, അപ്പൊ അബ്സോർപ്ഷൻ കൂടും. ഓക്കെ, വെരി ഗുഡ്. ദാറ്റ് ഈസ് ഓൾസോ എ റൈറ്റ് ആൻസർ. ഇവിടെ മറ്റൊരു രീതിയിൽ നമുക്കത് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണെന്ന് വിചാരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ അഡ്സോർബ്ഡ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും, അല്ലെ? അതായത് ഇപ്പൊ ഒരാൾ വന്ന് ഇവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ആരോ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്ന പോലത്തെ ഒരു മൂവ്മെന്റ് കിട്ടും ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ.
ഓക്കെ. സോ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ it will causes them to escape more rapidly. Okay, absorbing surface നിന്ന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോകാനുള്ള ഒരു റീസൺ ആണ്. ഓക്കെ. സോ ഹൈ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യില്ല, ഫിസിക്കൽ അബ്സോർപ്ഷൻ കുറവായിരിക്കും. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർ നടക്കുന്നത് എപ്പോഴായിരിക്കും, ലോ ടെമ്പറേച്ചറിലായിരിക്കും. ഓക്കെ. സോ these forces are characterized by low heats of absorption, approximately 1 kilocalorie per mole. Okay, physical absorption അപ്പൊ നമ്മൾ പറഞ്ഞു ലോ ടെമ്പറേച്ചറിലാണ് ബെസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഫിസിക്കൽ അബ്സോർപ്ഷൻ നടക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 1 kilocalorie per mole. അത് നോട്ട് ചെയ്ത് വെക്കുക. ഫിസിക്കൽ അബ്സോർപ്ഷൻ ഇത് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഫിസിക്കൽ അബ്സോർപ്ഷനും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ. And also chemical absorption, temperature and relation. So that is, physical absorption proceeds best at low temperature and decreases with increasing temperature. So either temperature ആണ് അല്ലെങ്കിൽ either heats of absorption ലാണ് best ആയിട്ട് ആക്ട് ചെയ്യുന്നത് 1 kilocalorie per mole. Okay. Now നമ്മൾ ഫിസിക്കൽ അബ്സോർപ്ഷന്റെ കാര്യം പറഞ്ഞു. ഇനി ഈ ഫിസിക്കൽ അബ്സോർപ്ഷന് കോൺട്രാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത് ലോ ടെമ്പറേച്ചർ ആണ് ഫിസിക്കൽ അബ്സോർപ്ഷൻ ബെസ്റ്റ് ആയിട്ട് നടക്കുന്നത്. കെമിസോർപ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ ഹൈ ഹീറ്റ്സ് ഓഫ് അബ്സോർപ്ഷൻ ആണുള്ളത്. അതായത് അപ്രോക്സിമേറ്റ്ലി 50 to 100 kilocalorie. നേരത്തെ എത്രയായിരുന്നു പറഞ്ഞത്, ഫിസിക്കൽ അബ്സോർപ്ഷന്റെ ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ എത്രയായിരുന്നു, 1 kilocalorie per mole. യെസ്, വെരി ഗുഡ്, 1 kilocalorie per mole. ഇവിടെ ഫിസിക്കൽ അബ്സോർപ്ഷന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് കെമിസോർപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആലോചിക്കുക, കെമിക്കൽ ബോണ്ട് ആണ്. കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് അയോണിക് ഓർ കോവാലന്റ് ബോണ്ട് ആവും, ഓർ ഹൈഡ്രജൻ ഓർ ഹൈഡ്രജൻ ബോണ്ടും ആവാം. ഇവിടെ ഹൈ ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ ആണ് 50 to 100 kilocalorie. ഓക്കെ. സോ അബ്സോർബന്റിന്റെയും ഇടയിലുള്ള കെമിക്കൽ ബോണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസിലി ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. സോ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു പെർട്ടിക്കുലർ ഇതിനേക്കാളും ഒരുപാട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ലൈക്ക് അബ്സോർപ്ഷനെ വീണ്ടും റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് നമ്മൾ ഹീറ്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂൾസിനെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. അത് പഴയ പോലെ സ്റ്റേജിൽ അബ്സോർബേറ്റും സെപ്പറേറ്റ് ആകുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ. സോ ആ ഒരു പ്രോസസ്സ് റിവേഴ്സ് ചെയ്യണമെങ്കിൽ ഒരുപാട് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യണം. ഓക്കെ. അതായത് ഡീസോർപ്ഷൻ നടക്കാൻ ഹയർ ടെമ്പറേച്ചർ വേണം. അങ്ങനെ ഇവിടെ നോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സപ്പോസ് കെമിക്കൽ ബോണ്ട് വഴി ഫോം ചെയ്തിട്ടുള്ള ഒരു അബ്സോർബേറ്റും ഓക്കെ. സോ ഇവിടെ കെമിക്കൽ ബോണ്ട് വഴി ഫോം ചെയ്തിട്ടുള്ള ഒരു അബ്സോർബേറ്റും ആണെന്ന് ഓർക്കുക. അങ്ങനെ അവിടെ ഒരു കെമിക്കൽ ബോണ്ട് ആണ് ഫോം ചെയ്തത് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഹൈ ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ ആണ്. അവിടെ എന്താണ്, ഹൈ ടെമ്പറേച്ചർ വേണം ഡീസോർപ്ഷൻ നടക്കാൻ. ഓക്കെ. അങ്ങനെ കെമിക്കൽ ബോണ്ട് വഴി ഫോം ചെയ്ത ഒരു സബ്സ്റ്റൻസ് ഡീസോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒറിജിനലി അബ്സോർബ് ചെയ്ത ആളും ഇതും എന്തായിരിക്കില്ല, ഇറ്റ് വിൽ നോട്ട് ബി സെയിം. അതായത് ഹയർ ടെമ്പറേച്ചറിൽ ഡീസോർബ് ചെയ്തൊരു സബ്സ്റ്റൻസ് ഇറ്റ് വിൽ നോട്ട് ബി ദ സെയിം ആസ് ദ വൺ ഒറിജിനലി അബ്സോർബ്. അതായത് ആദ്യം ഒറിജിനലി അബ്സോർബ് ചെയ്തൊരു അബ്സോർബേറ്റ് ഉണ്ടാവില്ലേ, അതിനെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ അതിനെ ഡിസോർബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന അബ്സോർബേറ്റിന് എന്തായിരിക്കും, ഇറ്റ് വിൽ നോട്ട് ബി സെയിം ആസ് ദ പ്രീവിയസ് വൺ. ഒറിജിനലി ആദ്യം ഉണ്ടായിരുന്നത് ഒരു ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ. സോ അത് സെയിം ആണോ അല്ലേ എന്നുള്ളത് ഒരു ലൈക്ക് എന്താ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു കാര്യമാണ്. കാരണം അബ്സോർപ്ഷൻ നടക്കുന്നു, ഡിസോർപ്ഷൻ നടക്കുന്നു, സെയിം സാധനം ആയിരിക്കണ്ടേ. പക്ഷെ അങ്ങനെയല്ല. കെമിക്കൽ ബോണ്ട് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, കെമിസോർപ്ഷൻ നടന്ന ഒരു സംഭവമാണെങ്കിൽ അവിടെ ഡിസോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ ലൈക്ക് അബ്സോർബേറ്റ് വിൽ ബി ഡിഫറെന്റ്. ഓക്കെ. സോ ദ കെമിക്കൽ ബോണ്ട്സ് only after heating to higher temperatures the process is reversed. Okay. So the substance desorbed at higher temperature is not same as the originally adsorbed. So ഇവിടെ heat of adsorption എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, it will decreases as the amount of substance adsorbed increases, apparently due to progressively decreasing attractive forces as multi-layers of molecules are built upon the surface of adsorbent. അതെന്താ പറയുന്നത്, അതായത് ഇപ്പം അബ്സോർപ്ഷൻ നടക്കുന്നത് അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസ് ആണോ അബ്സോർബ്ഡ് ആകുന്നത്
അതിന്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് അവിടെ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ്. സോ പ്രോഗ്രസീവ്ലി ഈ പറയുന്ന അട്രാക്റ്റീവ് ഫോഴ്സസ്, അതായത് ഒരുപാട് മോണോ ലെയേഴ്സ് ഓഫ് മോളിക്യൂൾസ് ഒരു സർഫസിന്റെ മുകളിൽ ഇങ്ങനെ അടിഞ്ഞുകൂടുകയാണ് അല്ലെ. ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ അതിന്റെ മുകളിലും മോണോ ലെയേഴ്സ്, അതായത് ഒരുപാട് ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ലെസ് അല്ലെ. കമ്പാരിറ്റീവ്ലി ഫോഴ്സസ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നത്. ഓക്കെ, see a sentence ഒന്നുകൂടെ നോക്കുക. The heat of absorption decreases as the amount of substance absorbed increases. Okay, അതായത് അഡ്സോർബേറ്റിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ കുറയും. നേരത്തെ നമ്മൾ പറഞ്ഞു ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ 50 to 100 കിലോ കലോറി ആണ്. പക്ഷെ അഡ്സോർബേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സസ് കുറയുന്നു. പിന്നെ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്തായിരിക്കും, ലൈക്ക് ഇറ്റ് വിൽ ബി ലെസ്. ഓക്കെ, അപ്പം ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഈ മോണോ ലെയേഴ്സ് ഇങ്ങനെ മേലെ വന്ന് നിൽക്കുന്നത്, അവിടുത്തെ അട്രാക്റ്റീവ് ഫോഴ്സ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ വിൽ ബി ലോ. ഓക്കെ, നൗ അഡ്സോർപ്ഷൻ പ്രൊസീഡ്സ് ബെസ്റ്റ് ഫ്രം ഡയല്യൂട്ട് സൊല്യൂഷൻസ്. ഈ ഡയല്യൂട്ട് സൊല്യൂഷൻസ് എന്നാണ് അഡ്സോർപ്ഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മോർ നിയർലി കംപ്ലീറ്റ് വെൻ റേഷ്യോ ഓഫ് അഡ്സോർബന്റ് ടു അഡ്സോർബേറ്റ് ഇസ് ഹൈ. എപ്പോഴും ആലോചിക്കുക, concentration of adsorbate to adsorbent ഹൈ ആകുന്ന കേസസിലാണ് നമ്മൾ ഒരു അഡ്സോർപ്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. എന്ന് വെച്ചാൽ റേഷ്യോ ഓഫ് അഡ്സോർബേറ്റ് ടു അഡ്സോർബന്റ് മോർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈ എന്ന് പറഞ്ഞാൽ അവിടെ അഡ്സോർബേറ്റ് ആണോ അഡ്സോർബന്റ് ആണോ കൂടുതൽ ഉണ്ടാവുക കോൺസെൻട്രേഷൻ? ഇഫ് റേഷ്യോ ഇസ് ഹൈ, യെസ്, വെരി ഗുഡ്, അഡ്സോർബേറ്റ് ആയിരിക്കും കൂടുതലാവുക. അപ്പൊ അഡ്സോർബേറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് വിൽ കോൾ ഇറ്റ് ആസ് എന്താണ്, നിയർലി കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അഡ്സോർപ്ഷനോടെ നിയർലി കംപ്ലീറ്റ് ആണെന്ന് പറയും. ഓക്കെ, സോ ദ സർഫസ് ചാർജ് ഓഫ് അഡ്സോർബന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ. അഡ്സോർപ്ഷന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഈ അഡ്സോർബന്റ് സർഫസ് ചാർജ് വളരെ ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, അതായത് സർഫസ് ചാർജ് ഓഫ് അഡ്സോർബന്റ് പോസിറ്റീവ് ആണെങ്കിൽ മറ്റതെന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അല്ല, ഓപ്പോസിറ്റ്ലി ചാർജ് ആണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അഡ്സോർപ്ഷൻ നടക്കുന്നു. ഫോർ എക്സാമ്പിൾ ഈ സെല്ലുലോസ് സ്ട്രിപ്സ്, അതായത് ഇപ്പം ഈ മെത്തിലിൻ ബ്ലൂ ഡൈയില് സെല്ലുലോസ് സ്ട്രിപ്പ് ഇട്ട് വെക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു, കൂടുതൽ അഡ്സോർബ് ചെയ്യുന്നു ഡൈനെ വെൻ കമ്പയർഡ് ടു കോംഗോ റെഡ്. ഓക്കെ, അതായത് നമ്മൾ സെല്ലുലോസ് സ്ട്രിപ്പിനെ മെത്തിലിൻ ബ്ലൂയിലേക്കാണ് ഡിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് മെത്തിലിൻ ബ്ലൂ എന്താണ്, പോസിറ്റീവ്ലി ചാർജ് ആണ്, സെല്ലുലോസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് ആണ്. സോ കൂടുതൽ അഡ്സോർപ്ഷൻ നടക്കും. പക്ഷെ കോംഗോ റെഡിലാണ് സെല്ലുലോസ് സ്ട്രിപ്പ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യില്ല, അഡ്സോർപ്ഷൻ നടക്കില്ല. കാരണം എന്താണ്, നടക്കുമായിരിക്കും ചിലപ്പോൾ, പക്ഷെ അത് വളരെ സ്ലോ ആണ്. ബിക്കോസ് രണ്ടും എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓക്കെ, ഇനി ഒരുപാട് സബ്സ്റ്റൻസസിന്റെ അഡ്സോർബിംഗ് പവേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻക്രീസ് അഡ്സോർബിംഗ് പവേഴ്സ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ അഡ്സോർബിംഗ് സർഫസ് ഉണ്ടല്ലോ, അതായത് അഡ്സോർബിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ അഡ്സോർബന്റിന്റെ നേച്ചറിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തുകയാണ്, ഇങ്ങനെ ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് ഒക്കെ വഴി. ഓക്കെ, അപ്പൊ ഒരു സ്പെസിഫൈഡ് കണ്ടീഷനിൽ നമ്മൾ അവിടെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന അഡ്സോർബന്റിന്റെ ആക്ടിവേഷന് കാരണമാക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ ചാർക്കോളൊക്കെ നമ്മൾ പല റിയാക്ഷൻസ് ഇനി നമുക്ക് തിരിഞ്ഞ് നമ്മൾ പഴയ ക്ലാസ്സിലേക്കൊക്കെ ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കെമിസ്ട്രിയിലൊക്കെ ഒരുപാട് എക്സ്പെരിമെന്റ്സിൽ ആരോമാർക്കിന്റെ മുകളിലുണ്ടാവും ആക്ടിവേറ്റഡ് വിത്ത് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് അറ്റ് 800 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാർക്കോളിന്റെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ചാർക്കോൾ ആക്ച്വലി ഇറ്റ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് when it is heated in a closed chamber at about 800 degrees Celsius. High temperature ഇത് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, അതിന്റെ അഡ്സോർബിംഗ് പവർ അവിടെ ഇൻക്രീസ് ചെയ്യും. സോ അഡ്സോർബിംഗ് പവർ ഇൻക്രീസ് ചെയ്യുന്ന കാര്യമാണ് ആ പറഞ്ഞത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ അഡ്സോർപ്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയായിരുന്നു, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യുന്നു, അഡ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ഫിസിക്കൽ അഡ്സോർപ്ഷൻ ബെസ്റ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യുന്നത് ലോ ടെമ്പറേച്ചറിലാണ്. അത് എത്രയായിരുന്നു, 1 കിലോ കലോറി പെർ മോൾ ആണ് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫിസിക്കൽ അഡ്സോർപ്ഷനോട് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് കെമിസോർപ്ഷൻ എന്താണ്, ഹൈ ഹീറ്റ്സ് ഓഫ് അഡ്സോർപ്ഷനിലാണ് നടക്കുന്നത്.
ആൻഡ് കെമിക്കൽ ബോൺസ് എന്ന് പറയുന്നത് ഈസിലി ബ്രേക്കബിൾ അല്ല. അപ്പം ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. ഇനി പ്രോസസ്സ് റിവേഴ്സ് ചെയ്താൽ തന്നെ ഡീസോർബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ അഡ്സോർബേറ്റ് എന്തായിരിക്കില്ല, ഇറ്റ് വിൽ നോട്ട് ബി സെയിം ആസ് ഒറിജിനലി അഡ്സോർബ്. ഓക്കെ, പിന്നെ ഈച്ച് ഓഫ് അഡ്സോർപ്ഷൻ എന്ത് ചെയ്യുന്നു, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് കുറയുന്നു. ആൻഡ് അഡ്സോർപ്ഷൻ ഡൈല്യൂട്ട് സൊല്യൂഷനിലാണ് ബെസ്റ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യുന്നത്, വിച്ച് മീൻസ് അവരുടെ റേഷ്യോ ഓഫ് അഡ്സോർബേറ്റ് ടു അഡ്സോർബൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് വരെ അത് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ അഡ്സോർബന്റിന്റെ സർഫസ് ചാർജ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ക്രൈറ്റീരിയ ആണ്. നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അബ്സോർപ്ഷൻ നടക്കുന്നു. ആൻഡ് അബ്സോർബിംഗ് പവേഴ്സ് നമുക്ക് ഹീറ്റ് ചെയ്തിട്ട് ആൾട്രേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,